ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാറാണ്. വന്നിരിക്കുന്നു ലെറ്റർ അല്ലേ, ഒരു ഫ്രണ്ട്ലി ലെറ്റർ എങ്ങനെ എഴുതണം സാറേ? ഞങ്ങൾക്കെല്ലാം എഴുതാൻ അറിയാം, പക്ഷേ ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ട്രബിൾ ആണ് സാർ. നോ വഴി, ബിക്കോസ് ഐ ആം ഹിയർ. നോക്കൂ, നിങ്ങൾ ഇവിടെ നൊമിത എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, ഞാനൊരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് എപ്പോഴും തരുന്നത്. കാര്യം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. എന്ത് വന്നാലും ഇത് ചോദിച്ചാൽ മതി. 2022 മാർച്ചിൽ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. നൊമിത ഇൻഫ്യൂരിയേറ്റഡ് ബൈ ദ ബിഹേവിയർ ഓഫ് അജിത്ത്. അജിത്തിന്റെ ആ ഒരു എടങ്ങാറാക്കൽ, ബുദ്ധിമുട്ടാക്കൽ കാരണം നൊമിത പണ്ടടങ്ങി കോളേജ് ചത്തിട്ടില്ല, എടങ്ങാറിലാണ്, ബുദ്ധിമുട്ടിലാണ്. ഷീ ഫീൽസ് പിറ്റി ഫോർ ഹെർ മദർ ആൻഡ് ഹെർ സെൽഫ്. അല്ലേ, ഓളെ കുറിച്ച്, ഓളെ അമ്മനെ കുറിച്ച് ആലോചിച്ചിട്ട് അവർക്ക് ആകെ കണ്ട് എന്തോ പോലെ ആയിക്കണം കേട്ടോ, പിറ്റി ആയിക്കണം കേട്ടോ, സാധാപം ദയ എന്നൊക്കെ പറയില്ലേ. ഷീ റൈറ്റ്സ് എ ലെറ്റർ ടു ഹെർ മദർ റിവീലിംഗ് ദ റിയൽ നാച്ചർ ഓഫ് അജിത്ത്. അജിത്തിന്റെ യഥാർത്ഥ സ്വഭാവം എന്താന്നുള്ളത് അമ്മയോട് പറയാൻ വേണ്ടി പോകണ ആര്? മകൾ ആര്? നൊമിത. എങ്ങനെയായിരിക്കും അമ്മക്ക് കത്തെഴുതുന്നത്? നോക്കൂ നിങ്ങൾ, കോമൺ ഫോർമാറ്റ് ആട്ടോ. ഡിയർ മദർ, അമ്മേ, ഹൗ ആർ യു? സുഖാണോ? ആൻഡ് ഹൗ ദ തിങ്സ് ആർ ഗോയിങ് ഓൺ. കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു അമ്മേ? ഐ ഹോപ്പ് യു ആർ ഫൈൻ ദർ. നിങ്ങൾക്ക് അവിടെ സുഖാന്ന് ഞാൻ വിചാരിക്കാം കേട്ടോ. ഐ ഓൾവേസ് റിമെമ്പർ, ഞാൻ എപ്പോഴും നിങ്ങളെ കുറിച്ച് ഓർക്കലുണ്ട്. ഐ റിസീവ്ഡ് ദ ലാസ്റ്റ് ലെറ്റർ വിച്ച് യു സെൻഡ് ടു മീ. നിങ്ങൾക്ക് അവസാനം അയച്ച കത്ത് എനിക്ക് കിട്ടിയിട്ടോ. ഐ എം പ്രൗഡ് ഓഫ് യു മോം. എനിക്ക് നിങ്ങളെ കുറിച്ച് ഭയങ്കര അഭിമാനം. എനിക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് യു മദർ. അല്ലേ, ഐ റെഡ് ഇറ്റ് ആൻഡ് ഫെൽറ്റ് വെരി ഹാപ്പി. എനിക്ക് വായിച്ചപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. അമ്മൻ്റെ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറ? സാഡ് എന്ന് വെക്കാൻ പറ്റും കേട്ടോ. സി ബട്ട് ഐ കുഡ്ന്റ് റൈറ്റ് എ റിപ്ലൈ ഫോർ യു ലെറ്റർ ബിക്കോസ് ഓഫ് മൈ പേഴ്സണൽ പ്രോബ്ലംസ്. ഒരുപാട് പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ ഒരു കത്ത് എഴുതാൻ പറ്റില്ല. എല്ലാ ഫ്രണ്ട്ലി ലെറ്റർ ഇത് ഉപയോഗിക്കാൻ പറ്റൂട്ടോ. ഐ എം വെരി ഹാപ്പി ടു സേ. അല്ലേ, സന്തോഷമായതുകൊണ്ട് ഹാപ്പി, ദുഃഖമാണെങ്കിൽ എന്ത് ചെയ്യണം പറ? സാഡ് ടു സേ സംതിങ് വെരി സീരിയസ് ഇൻ ദിസ് മൊമെന്റ്. ഈ സമയത്ത് ഞങ്ങൾ കുറച്ച് ദുഃഖകരമായിട്ടുള്ള കാര്യം പറയാൻ വേണ്ടി പോവാണ്. യു നോ ദാറ്റ്. നിങ്ങൾക്ക് അറിയോ, അജിത്ത് എന്ന് പറയുന്ന ചെങ്ങായി ഒരു ബ്ലഡി ഫൂളാണ്. അജിത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഒരു വൈക്ക് കൊണ്ടാൻ പറ്റൂല. ആ ചെങ്ങായിന്റെ പെർമിഷൻ ഇല്ലാണ്ട് എല്ലാ കത്ത് കംപ്ലീറ്റ് എന്തെങ്കിലും വായിക്കലുണ്ട്. അജിത്ത് എന്ന് പറഞ്ഞ ചെങ്ങായി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല എന്നൊക്കെ പറഞ്ഞാണ്ട് നൊമിത അജിത്തിനെ ഫുള്ള് തെറികളൊക്കെ എന്ത് ചെയ്യുക, തെറികളൊന്നും വേണ്ട കേട്ടോ. നൈസായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അജിത്തിനെ ഇങ്ങനെ ഓരോ കുത്തുവാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മൾ അജിത്തിനെ പ്രശംസിക്കുക, കുത്തുവാക്കുകൾ കൊണ്ട് പ്രശംസിക്കുന്നു കേട്ടോ. നോ പ്രശംസ. Anyway, ഏതായാലും ഐ കൺക്ലൂഡ് മൈ വേർഡ്സ്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുക കേട്ടോ. ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് മൈ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് വെൽ. എൻ്റെ ഫീലിങ്സും ഇമോഷൻസും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഐ എം നോട്ട് ലിവിങ് ഇൻ എ ബെഡ് ഓഫ് റോസസ്. അല്ലേ, ഞാൻ എന്തിലല്ല ജീവിക്കുന്നത് പറ? ബെഡ് ഓഫ് റോസസിലല്ല, സുഖത്തിലല്ല. മൈ കണ്ടീഷൻ ഈസ് വെരി പത്തറ്റിക്. അല്ലേ, എൻ്റെ അവസ്ഥ വളരെ 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 മോശമാണ് അമ്മേ കേട്ടോ. I have so much to say. എനിക്ക് കുറേ പറയാണ്ട്. ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ടു എക്സ്റ്റെൻഡ് മൈ ലെറ്റർ ബൈ എക്സ്പ്ലെയിനിങ് മച്ച് അബൌട്ട് ഇറ്റ്. കൂടുതൽ പറഞ്ഞ് എൻ്റെ കത്ത് നീട്ടണില്ല. ഇഫ് യു ഗെറ്റ് എ ഫ്രീ ഡേ യു ഷാൽ കം ഹിയർ. നിങ്ങൾക്ക് ഒരു ഫ്രീ ഡേ കിട്ടുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരണം കേട്ടോ. ഒഴിവിടെ ദിവസം കിട്ടുമ്പോൾ ഐ ഹോപ്പ് യു വിൽ ഗീവ് എ റിപ്ലൈ ടു ദിസ്. ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ ഇതിനൊരു മറുപടി. ഐ കൺക്ലൂഡ് മൈ ലെറ്റർ, കൺവേ മൈ റിഗാർഡ്സ് ടു ഓൾ. ഞാൻ എൻ്റെ എഴുത്ത് നിർത്തുകയാണ്. എല്ലാവരോടും എൻ്റെ അന്വേഷണം പറഞ്ഞിട്ടുണ്ട് അമ്മേ. കാര്യം നിങ്ങൾ എന്നെക്കുറിച്ച് പലയിടത്തും തള്ളി മറിച്ചിട്ടുണ്ടാവില്ലേ അമ്മേ. പ്രത്യേകിച്ച് നിങ്ങൾ ഓരോടൊക്കെ എൻ്റെ അന്വേഷണം പറഞ്ഞണം കേട്ടോ. മാത്രമല്ല, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എക്സ്പെക്ടിങ് എ റിപ്ലൈ ഫ്രം യു. യുവേഴ്സ് ലവിംഗ്ലി നൊമിത. വല്ല ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? നോ വഴി. താങ്ക്സ് മൈ ഡിയർ സ്റ്റുഡൻസ്. 6 മാർക്ക് നിങ്ങൾ മേടിച്ചിരിക്കണം. ഇത് എൻ്റെ ഉറപ്പാണ് കേട്ടോ, എൻ്റെ ഉറപ്പാണ് കേട്ടോ. താങ്ക് യു വെരി മച്ച്. ദിസ് മീ യുവർ ഷാഫി സാർ signing off. Bye.